ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 4 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഏക്താ പ്രതിമയും ഭൂകമ്പ സ്മാരകവും സന്ദർശിക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡർ ലെയ്ൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഇന്ത്യയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള പ്രതിനിധിതല ചർച്ച നാളെ. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനുള്ള നടപടികൾ വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്ന്. 45 ദിവസത്തെ മഹാകുംഭമേളയ്ക്ക് പ്രയാഗ്രാജിൽ ഭക്തിസാന്ദ്രമായ സമാപനം. ആലുവ മണപ്പുറത്ത് ശിവരാത്രി ദിവസം പിതൃതർപ്പണം നടത്തി ആയിരങ്ങൾ. യുഎസിൽ പുതിയ ഗോൾഡ് കാർഡ് വിസ പദ്ധതി പ്രഖ്യാപിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 4 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഏക്താ പ്രതിമയും ഭൂകമ്പ സ്മാരകവും സന്ദർശിക്കുന്ന രാഷ്ട്രപതി ബിരുദദാന ചടങ്ങുകളിലും മുഖ്യാതിഥിയാകും. വിശദാംശങ്ങളിലേക്ക്. ഗുജറാത്ത് സന്ദർശനത്തിന് തുടക്കം കുറിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാവിലെ ഏക്താ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. ഏക്താ നഗർ പരിസരവും രാഷ്ട്രപതി സന്ദർശിക്കും. ഗുജറാത്ത് സന്ദർശനവേളയിൽ ശ്രീമതി മുർമു അഹമ്മദാബാദിലും ഗാന്ധിനഗറിലും നടക്കുന്ന 2 സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും കച്ച് ജില്ലയിലെ പ്രമുഖ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ചെയ്യും. തുടർന്ന് അഹമ്മദാബാദിലേക്ക് പോകുന്ന ശ്രീമതി മുർമു അഹമ്മദാബാദ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിന്റെ 44ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. നാളെ ഗാന്ധിനഗറിൽ നടക്കുന്ന നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയുടെ 3ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് ഭുജിലെ സ്മൃതിവൻ ഭൂകമ്പ സ്മാരകവും സന്ദർശിക്കും. മാർച്ച് 1-ന് ധോലവീരയിലെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ള പ്രദേശങ്ങൾ ശ്രീമതി മുർമു സന്ദർശിക്കും. ഈ മാസം 25-നാണ് രാഷ്ട്രപതിയുടെ 5 ദിവസത്തെ ബീഹാർ, മധ്യപ്രദേശ്, ഗുജറാത്ത് സന്ദർശനം ആരംഭിച്ചത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ പശ്ചിമബംഗാൾ സന്ദർശിക്കും. ബിർഭൂം ജില്ലയിലെ താരാപീഠത്തിൽ ഉപരാഷ്ട്രപതി ദർശനം നടത്തും. കൊൽക്കത്തയിൽ നടക്കുന്ന ഗൌഡിയ മിഷന്റെ സ്ഥാപകനായ ആചാര്യ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി പ്രഭുപാദിന്റെ 150ാം ജന്മവാർഷിക ആഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. മുംബൈയിൽ ഇന്ന് നടക്കുന്ന ഉന്നതതല വ്യാവസായിക സമ്മേളനത്തിന് കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോണോവാൾ നേതൃത്വം നൽകും. സമുദ്രമേഖലയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ യോഗം ചർച്ച ചെയ്യും. വ്യവസായ പ്രമുഖർ, തുറമുഖ, ഷിപ്പിംഗ്, ജലപാത മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, വിവിധ രാജ്യങ്ങളുടെ കോൺസുലേറ്റ് ജനറൽമാർ തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുക്കും. ഡൽഹി നിയമസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. ബിജെപി എംഎൽഎ മോഹൻ സിംഗ് ബിഷ്ടിനെ ഡെപ്യൂട്ടി സ്പീക്കറാക്കാനുള്ള പ്രമേയം മുഖ്യമന്ത്രി രേഖ ഗുപ്ത സഭയിൽ അവതരിപ്പിക്കും. മുസ്തഫാബാദ് മണ്ഡലത്തിൽ നിന്നുള്ള എംഎൽഎയാണ് ശ്രീ മോഹൻ സിംഗ് ബിഷ്ട്. മുൻ സർക്കാരിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട സിഎജി റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയും സഭയിൽ ഇന്നും തുടരും. ബീഹാറിൽ 7 പുതിയ മന്ത്രിമാരെ ഉൾപ്പെടുത്തി മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇതോടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാംഗങ്ങളുടെ എണ്ണം 36 ആയി. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡർ ലെയ്ൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഉർസുല വോൺ ഡർ ലെയ്ൻ കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള പ്രതിനിധിതല ചർച്ച നാളെയാണ്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വഴിയൊരുക്കും. മഹാകുംഭമേളയ്ക്ക് പ്രയാഗ്രാജിൽ സമാപനം. 66 കോടി 21 ലക്ഷത്തിലേറെ പേരാണ് 45 ദിവസത്തെ കുംഭമേളയിൽ പങ്കെടുത്തത്. മഹാശിവരാത്രി ദിവസമായ ഇന്നലെ മാത്രം 1 കോടി 44 ലക്ഷം പേർ പുണ്യസ്നാനം നടത്തി. ഇന്ത്യൻ വ്യോമസേനയുടെ പുഷ്പവൃഷ്ടി തീർത്ഥാടകർക്ക് നവ്യാനുഭവമായി. കഴിഞ്ഞ മാസം 13-നാണ് പ്രയാഗ്രാജിലെ മഹാകുംഭമേളയ്ക്ക് തുടക്കമായത്. ശിവപഞ്ചാക്ഷരി മന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ആലുവ മണപ്പുറത്ത് അർദ്ധരാത്രി മുതൽ ആയിരങ്ങൾ പിതൃതർപ്പണം നടത്തി. ആലുവ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി വിളക്കിനു ശേഷമാണ് ബലിതർപ്പണം ആരംഭിച്ചത്. തർപ്പണത്തിനായി 116 ബലിത്തറകൾ ആലുവ മണപ്പുറത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുക്കിയിരുന്നു. പെരിയാറിന്റെ തീരത്തുള്ള ആലുവ അദ്വൈതാശ്രമത്തിലും ബലിതർപ്പണം നടത്താനുള്ള സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ സ്വീകരിക്കുന്ന നടപടികൾ വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഉന്നതതല യോഗം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സെക്രട്ടേറിയറ്റിലാണ് യോഗം. വനം, ധനകാര്യം, തദ്ദേശ സ്വയംഭരണം, വൈദ്യുതി, റവന്യൂ, ആരോഗ്യം, ജലസേചനം എന്നീ വകുപ്പ് മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി എന്നിവരും യോഗത്തിൽ സന്നിഹിതരാകും. UK ആസ്ഥാനമായ നോർത്ത് സ്റ്റാർ ഷിപ്പിംഗ് ലിമിറ്റഡിനായി നിർമ്മിക്കുന്ന അത്യാധുനിക ഹൈബ്രിഡ് ഇലക്ട്രിക് സർവീസ് ഓപ്പറേഷണൽ വെസലിന്റെ സ്റ്റീൽ കട്ടിംഗ് ചടങ്ങ് കൊച്ചി കപ്പൽശാലയിൽ നടന്നു. കടലിലുള്ള കാറ്റാടി യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്ക് പ്രയോജനപ്പെടുത്തുന്ന ഇത്തരം യാനങ്ങൾ 3 ഡീസൽ യന്ത്രങ്ങളും ലിഥിയം അയോൺ ബാറ്ററികളും സംയുക്തമായി പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ഊർജ്ജം നൽകുന്നു. 54 ജീവനക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇത്തരം 2 കപ്പലുകൾ കൊച്ചി കപ്പൽശാല കമ്പനിക്ക് നിർമ്മിച്ച് കൈമാറും. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പ്രതിരോധ ശേഷി വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ ജപ്പാൻ സഹകരണം ആവശ്യമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ ആഫ്രിക്ക ഉഭയകക്ഷി വ്യാപാരം ഏകദേശം $100 ബില്യൺ എത്തിയതായും അദ്ദേഹം പറഞ്ഞു. ജപ്പാൻ ഇന്ത്യ ആഫ്രിക്ക ബിസിനസ് ഫോറത്തിൽ വെർച്വലായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. India and Japan shared a relationship anchored in shared values of democracy, freedom, and rule of law, as well as a common vision for a free and open Indo-Pacific. Over the years, our bilateral relations have evolved into a special strategic and global partnership. Together, we have built strong foundations in areas such as infrastructure, technology, healthcare, and education. Our engagement within Quad further complements and reinforces our bilateral engagement in a wide range of areas for greater public good. അമേരിക്കയിൽ EB-5 വിസയ്ക്ക് പകരം പുതിയ ഗോൾഡ് കാർഡ് വിസ പദ്ധതി പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. $5 ദശലക്ഷം ചിലവഴിച്ച് കമ്പനികൾക്ക് കുടിയേറ്റത്തിനുള്ള ഈ വിസ വാങ്ങാവുന്നതാണെന്ന് ഇന്നലെ ഓവൽ ഓഫീസിൽ അദ്ദേഹം അറിയിച്ചു. നിലവിൽ H-1B വിസയുമായി ബന്ധപ്പെട്ട് ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്ന പ്രൊഫഷണലുകൾക്ക് പുതിയ വിസ പദ്ധതി സഹായകമാകുമെന്നും ട്രംപ് വ്യക്തമാക്കി. ദേശീയ സ്പോർട്സ് ഫെഡറേഷനുകൾക്ക് ധനസഹായം നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ 6-അംഗ സമിതിക്ക് രൂപം നൽകി. കായിക വികസന ജോയിന്റ് സെക്രട്ടറി കുനാലിനെ സമിതിയുടെ മേധാവിയായി തെരഞ്ഞെടുത്തതായി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. സമിതി 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. തെലങ്കാനയിൽ SLBC തുരങ്കത്തിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാനുള്ള രക്ഷാദൌത്യം തുടരുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ 2 ദിവസത്തിനകം പൂർത്തിയാകുമെന്ന് തെലങ്കാന ജലസേചന വകുപ്പ് മന്ത്രി ഉത്തം കുമാർ റെഡ്ഡി അറിയിച്ചു. ഇതിനായി വിദഗ്ധരുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് തുരങ്കത്തിന്റെ മേൽക്കൂര തകർന്നതിനെ തുടർന്ന് 6 തൊഴിലാളികൾ ഉൾപ്പെടെ 8 പേർ തുരങ്കത്തിൽ കുടുങ്ങിയത്. അസമിലെ മോറിഗാവ് ജില്ലയിൽ ഭൂചലനം. ഇന്ന് പുലർച്ചെയാണ് റിക്ടർ സ്കെയിലിൽ 5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ICC ചാമ്പ്യൻസ് ട്രോഫി പുരുഷ ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാൻ ഇംഗ്ലണ്ടിനെ 8 റൺസിന് പരാജയപ്പെടുത്തി. ഇതോടെ ഇംഗ്ലണ്ട് ടൂർണമെന്റിൽ നിന്നും പുറത്തായി. ഇന്ന് നടക്കുന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 മത്സരം. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീട പോരാട്ടത്തിൽ ആദ്യ ദിവസം കളി അവസാനിക്കുമ്പോൾ കേരളത്തിനെതിരെ വിദർഭ 4 വിക്കറ്റിന് 254 റൺ എന്ന നിലയിൽ നാഗ്പൂരിലാണ് മത്സരം. കന്നി രഞ്ജി ട്രോഫി കിരീടം ലക്ഷ്യമിട്ടാണ് കേരളം കളത്തിലിറങ്ങിയത്. ഇന്ത്യയുടെ ആദ്യ ആന്റി ഷിപ്പ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. നാവികസേനയുടെ സീ കിങ് ഹെലികോപ്റ്ററിൽ നിന്നാണ് മിസൈൽ വിക്ഷേപിച്ചത്. തദ്ദേശീയമായി DRDO വികസിപ്പിച്ചതാണ് മിസൈൽ. ഗെയിൻ ബിറ്റ്കോയിൻ അഴിമതിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ 24 കോടിയോളം രൂപയുടെ ക്രിപ്റ്റോ കറൻസികൾ CBI പിടിച്ചെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് 60-ലധികം സ്ഥലങ്ങളിൽ CBI തിരച്ചിൽ നടത്തി. തിരച്ചിലിൽ ഹാർഡ്വെയർ, ക്രിപ്റ്റോ വാലറ്റുകൾ ഉൾപ്പെടെ ഒട്ടേറെ രേഖകൾ പിടിച്ചെടുത്തു. കേരളത്തിൽ അടുത്ത 3 ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 4 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഏകതാ പ്രതിമയും ഭൂകമ്പ സ്മാരകവും സന്ദർശിക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർ ലൈൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഇന്ത്യയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള പ്രതിനിധിതല ചർച്ച നാളെ. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനുള്ള നടപടികൾ വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്ന്. 45 ദിവസത്തെ മഹാകുംഭമേളയ്ക്ക് പ്രയാഗ്രാജിൽ ഭക്തിസാന്ദ്രമായ സമാപനം. ആലുവ മണപ്പുറത്ത് ശിവരാത്രി ദിവസം പിതൃതർപ്പണം നടത്തി ആയിരങ്ങൾ. യുഎസിൽ പുതിയ ഗോൾഡ് കാർഡ് വിസ പദ്ധതി പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.